ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് C++ ആണ്. നമ്മൾ C++ൻ്റെ ഇൻട്രൊഡക്ഷനും അതിനകത്തുള്ള കുറേ കൺസെപ്റ്റുകളും ഫീച്ചേഴ്സൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് C++ൻ്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് C++ൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ പെർഫോമൻസ് ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ്. അതായത് C++ ഒരു കമ്പൈൽഡ് ലാംഗ്വേജ് ആണ്. അതായത് ഇതിൻ്റെ കോഡ് മെഷീൻ റീഡബിൾ കോഡിലേക്ക് കമ്പൈൽഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++. പിന്നെ വരുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, സിയും C++ഉം തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞപ്പോൾ സിക്കകത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാൽ C++നകത്ത് ഈ പറഞ്ഞ OOP സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അതായത് നമുക്ക് വലിയ ലാർജ് കോംപ്ലെക്സ് ഒക്കെ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്നത്. അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ വരുന്നത് സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറി. ആക്ച്വലി ഈ C++ എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് അൽഗോരിതംസും ഡാറ്റ സ്ട്രക്ചേഴ്സൊക്കെ സ്വാഭാവികമായിട്ടും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറേ അൽഗോരിതംസും ഡാറ്റ സ്ട്രക്ചേഴ്സൊക്കെ ഈ C++നകത്ത് STL എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈബ്രറി ഉണ്ട്, സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറി. അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഡാറ്റയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള അതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള കോഡ് റൈറ്റ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അതായത് ഡാറ്റ സ്ട്രക്ചേഴ്സും അൽഗോരിതംസൊക്കെ ഈസിലി അവൈലബിൾ ആയിരിക്കും ഇത്തരം ലൈബ്രറീസ് ഉള്ളതുകൊണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ മെഷീൻ ഇൻഡിപെൻഡൻസ് ആണ്. C++ ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ഹാർഡ്വെയറിലേക്കോ പ്രൊസസ്സറിലേക്കോ ഒന്നും ടൈഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പൈലറിനകത്ത് ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഹാർഡ്വെയർ എന്നുള്ളത് ഒരിക്കലും ഇതിനകത്തൊരു മാറ്റർ അല്ല. ഈസിലി ഏത് മെഷീനിലും ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനെ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇതിനകത്ത് വരുന്ന ലാർജ് കമ്മ്യൂണിറ്റി. അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. C++ന് ലാർജ് ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റി ഓഫ് ഡെവലപ്പേഴ്സും യൂസേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത്രയും റിസോഴ്സസും ഒരുപാട് റിസോഴ്സസൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഇത്രയും ഡെവലപ്പേഴ്സൊക്കെ ഇത് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ലാർജ് കമ്മ്യൂണിറ്റി ഓഫ് ഡെവലപ്പേഴ്സും യൂസേഴ്സൊക്കെ C++നുള്ള ഇത്രയും ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ലാർജ് കമ്മ്യൂണിറ്റി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് C++ൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. ഓഫ് കോഴ്സ് ഏത് കൺസെപ്റ്റിനുള്ള പോലെ തന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും C++നുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റീപ്പ് ലേണിംഗ് കർവ് ആണ്. ആക്ച്വലി ഈ C++ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ചാണ് ലേൺ ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് ഈ ഒരു തിയറി മാത്രമല്ലല്ലോ, ഇതിൻ്റെ എല്ലാ വേർഷൻസും എന്താ ചെയ്യുക, അത്രയും ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ പോകേണ്ടതുണ്ട്. ഇതിൻ്റെ കോംപ്ലക്സിറ്റി, അതുപോലെ തന്നെ നമ്പർ ഓഫ് കൺസെപ്റ്റ്സ്. നമുക്കിപ്പോൾ C++ൽ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമുക്ക് അറിയേണ്ട കുറേ കൺസെപ്റ്റുകളൊക്കെ ഇല്ലേ, അതൊക്കെ അത്രയും ഡീപ്പായിട്ട് തന്നെ ലേൺ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, C++ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റീപ്പ് ലേണിംഗ് കർവ് എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിന് വന്നത്. കുറച്ച് ചാലഞ്ചിങ് ആണ് ടു ലേൺ. പിന്നെ വരുന്നത് വെർബോ സിൻറ്റാക്സ് ആണ്. C++ന് വെർബോ സിൻറ്റാക്സ് ആണ് ഉള്ളത്. അത് എന്ത് ചെയ്യും, നമ്മളുടെ കോഡ് വളരെ ലെങ്തി ആകും. അതുപോലെ തന്നെ റീഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പലപ്പോഴും ഡിഫിക്കൽറ്റി ആയിട്ട് മാറും. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിലും ഇത് പലപ്പോഴും ഒരു സിൻറ്റാക്സ് കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ട്. പിന്നെ എറർ പ്രോൺ. C++നകത്ത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ലോ ലെവൽ ആക്സസും ഹൈ ലെവൽ ആക്സസും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ലോ ലെവൽ ആക്സസ് ഉണ്ട്. ഇപ്പോൾ സിസ്റ്റം റിസോഴ്സസിൻ്റെ കേസൊക്കെ എടുക്കുമ്പോൾ C++ ലോ ലെവൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ എറേഴ്സ്, സബ്റ്റിൽ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഡിഫിക്കൽട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ, ഡിറ്റക്റ്റ് ചെയ്യാനും ആ എറർ ഫിക്സ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്.
ഇത്രയാണ് നമ്മളുടെ C++ൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉള്ളത്. അത് നമ്മൾ അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഫസ്റ്റ് പോയിൻ്റ് പെർഫോമൻസ് ആയിരുന്നു. ഏറ്റവും ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ് C++ എന്ന് പറയുന്നത്. ബിക്കോസ് അത് കമ്പൈൽഡ് ഫോമിലാണ് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ ഏറ്റവും ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. പിന്നെ പറയുന്നത് C++നകത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാർജ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നതിലൂടെ അത് കൂടുതൽ ഈസി ആയിട്ട് മാറും. കോഡിങ് ചെയ്യാനായാലും ശരി, അത് മെയിൻറ്റെയിൻ ചെയ്യാനായാലും ശരി, എറർ ഹാൻഡ്ലിംഗ് ആയാലും ശരി. പിന്നെ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അൽഗോരിതംസ് അതുപോലെ തന്നെ ഡാറ്റ സ്ട്രക്ചേഴ്സൊക്കെ അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഈസിലി യൂസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കോഡ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇന്ന ഹാർഡ്വെയറിനകത്ത് യൂസ് ചെയ്യണം, ഇന്ന പ്രൊസസ്സറിനകത്ത് യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് മെഷീൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനകത്ത് അത് കമ്പൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. ഹാർഡ്വെയർ ഏത് ടൈപ്പാണ്, പ്രൊസസ്സർ ഏത് ടൈപ്പാണെന്നുള്ളത് അവിടെ മാറ്റർ ആവുന്നില്ല. പിന്നെ വരുന്നത് ലാർജ് കമ്മ്യൂണിറ്റിയാണ്. C++ൻ്റെ ഇത്രയും ക്വാളിറ്റീസൊക്കെ കാരണം അത്രയും ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഓഫ് ഡെവലപ്പേഴ്സും യൂസേഴ്സൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെൽത്ത് ഓഫ് റിസോഴ്സസൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈസിലി ലേൺ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും. പിന്നെ C++ൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. എന്തായിരുന്നു ഫസ്റ്റ് പോയിന്റ്? ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം C++ പലപ്പോഴും ചാലഞ്ചിങ് ആയിട്ട് മാറാറുണ്ട്. അതിനകത്ത് വരുന്ന നമ്പർ ഓഫ് കൺസെപ്റ്റ്സ് ഒരുപാടുണ്ട്. അതുപോലെ കോംപ്ലക്സിറ്റിയും പലപ്പോഴും ഒരു ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. അതാണ് സ്റ്റീപ്പ് ലേണിംഗ് കർവ് എന്ന് പറയുന്ന ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇതിനകത്ത് വരുന്ന വെർബോസ് സിൻറ്റാക്സ് ആണ്. അതായത് ഇതിനകത്ത് കോഡുകളൊക്കെ പലപ്പോഴും ഇതൊരു പ്രൊസീജിയർ ലാംഗ്വേജും കൂടി ആയതുകൊണ്ട് കോഡുകൾ പലപ്പോഴും വെരി ലോങ്ങർ ആവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറൊരാളത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് റീഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഡിഫിക്കൽട്ടാണ്. അതാണ് വെർബോസ് സിൻറ്റാക്സ്. പിന്നെ വരുന്നത് എറർ പ്രോൺ ആണ്. നമ്മുടെ C++നെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു പോയിൻ്റാണ്. ഇതിനകത്ത് ലോ ലെവൽ ആക്സസ്സും ഉണ്ട്, ഹൈ ലെവൽ ആക്സസ്സും പോസിബിൾ ആണ്. അപ്പോൾ ഈ സിസ്റ്റം റിസോഴ്സസുമായിട്ട് ലോ ലെവൽ ആക്സസ് വരുന്ന സമയത്ത് പലപ്പോഴും എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളത്, ഫിക്സ് ചെയ്യുക എന്നുള്ളതൊക്കെ പലപ്പോഴും ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കായിട്ട് മാറാറുണ്ട്. ഇത്രയാണ് നമുക്ക് C++ൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയാനുള്ളത്. ഇനി നമുക്ക് അതിനകത്തുള്ള ഓരോ കൺസെപ്റ്റുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഓൾറെഡി C++ൻ്റെ ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തു. പിന്നെ കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തുള്ള തിയറി പാർട്സ് കൂടുതലും ഇനിയും ഒരുപാടുണ്ട്. നമുക്കതൊക്കെ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.